ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു പട്ടുപാവാട എങ്ങനെ തയ്ച്ചെടുക്കാൻ നോക്കാം. അത് 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള അളവിലാണ് ഞാൻ ഇന്ന് തയ്ക്കണേ. അപ്പോൾ എങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം. ക്ലോത്ത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് 4 ആക്കി മടക്കാം. ആദ്യം കുട്ടികളുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക. അരവണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ 3 ഇരട്ടി നമുക്ക് വീതി വേണം. അരവണ്ണത്തിൻ്റെ 3 ഇരട്ടി വേണം വീതി. അങ്ങനെ എടുത്തിട്ട് നമുക്കിത് 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ 10 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാനാണ്. അപ്പോൾ 10 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് ഇതുപോലെ സ്ട്രൈറ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഇനി നമുക്ക് ബാൻഡിനുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ 20 ഇഞ്ചാണ് അവളുടെ അളവ്. കുട്ടികളുടെ അരവണ്ണം എത്രയാണോ നോക്കുക. ഞാൻ ഇതിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് അടിക്കണേ, 10 മാസമായ മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് 20 ഇഞ്ചാണ് അവളുടെ അരവണ്ണം. അപ്പോൾ അതിൽ കൂടി ഞാനൊരു 2 ഇഞ്ച് ഏറെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് മാത്രം ഏറെ എടുത്തിട്ട് പിന്നെ 4 ഇഞ്ച് നമുക്ക് വീതി കൊടുക്കുക. ബാൻഡിൻ്റെ വീതി 4 ഇഞ്ചിൽ എടുത്തിട്ട് നമുക്കിതുപോലെ സ്ട്രൈറ്റായിട്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 4 ഇഞ്ചാണ് ഞാൻ. നിങ്ങൾ എത്രയാണോ ബാൻഡ് എത്ര ഇലാസ്റ്റിക് എത്രയിൻ്റെ ആണോ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ബാൻഡിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഞാൻ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ 4 ഇഞ്ച് വിടുത്ത് കൊടുത്ത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ബാൻഡും നല്ല ക്ലോത്തും കട്ട് ചെയ്ത് ഇനി നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് മെയിൻ ക്ലോത്തിന് നമ്മൾ 3 ഇരട്ടി എടുത്തത്. അപ്പോൾ ലൈനിങ്ങിന് 2 ഇരട്ടി ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് 3 നമുക്ക് തയ്ക്കാൻ ഇരട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്ലോത്തിൽ നമ്മളിതുപോലെ ഓരോ ഇഞ്ചിൽ മറ്റേ 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 1 ഇഞ്ച് വീതി എടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. അങ്ങനെ ഫുള്ളായിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ഇതുപോലെ 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തയ്ച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ 1 ഇഞ്ച് നമ്മളിതുപോലെ വിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, പിങ്ക് കളർ ആയതുകൊണ്ടത് ഞാൻ ഇതുപോലെ വേറെ കളർ കൊണ്ട് വരച്ച് കാണിച്ചു തരാം. നമ്മുടെ അടയാളപ്പെടുത്തിയതാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യത്തെ 1 ഇഞ്ച് അവിടെ വിട്ടിട്ട് ഇതുപോലെ വേണം നമുക്ക്. ആദ്യത്തെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകണം. പിന്നെ ബാക്കിയുള്ള ഇമൊന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഓരോ ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് കറക്റ്റ് 1 ഇഞ്ചിൽ പ്ലീറ്റ്സ് വരണം. ഇതുപോലെ തയ്ച്ചെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ പീസിലും ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്താൽ ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ 1 ഇരട്ടിയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ചിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് ഫുള്ളാക്കി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം
അടിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ക്ലോത്തും മെയിൻ ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് അയൺ ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതാണ് മെയിൻ ക്ലോത്ത്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നല്ല വശം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി ഈ അറ്റം മുതൽ ആ അറ്റം വരെ തയ്ച്ചെടുക്കുക. അങ്ങനെ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് വെച്ച് കൊടുക്കണം. ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് മെയിൻ ക്ലോത്തിന് നല്ല വശത്തേക്ക് നമ്മൾ ബാൻഡിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് തയ്ച്ച് വരാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്ക് ഈ അറ്റം മുതൽ ആ അറ്റം വരെ തയ്ച്ചെടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്ത ഇനി നമുക്ക് ഇത് ഞാൻ മറിച്ച് വെച്ചതാണ്. ഇനി അതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. 1/2 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇലാസ്റ്റിക് കൊള്ളാനുള്ള വീതി വേണം കേട്ടോ. ഞാൻ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൊള്ളാനുള്ള നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടണമല്ലോ, അതിനുള്ള ഗ്യാപ്പ് വേണം. ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൽ പിൻ കുത്തിയിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് അതിനുള്ളിലേക്ക് ഇട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ള് ഇലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡുകൾ സ്റ്റിച്ച് ചെയ്യാം. സൈഡ് ഒന്നിച്ച് നന്നായിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവാടേൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ടാണ് ഇലാസ്റ്റിക് വെച്ചത്. അല്ല കുറച്ചുകൂടി വലിപ്പമുള്ള കുട്ടികളാകുമ്പോൾ നമുക്ക് വള്ളി വെച്ച് കൊടുക്കണതാണ് ഏറ്റവും ബെറ്റർ. ചെറിയ കുട്ടികളാകുമ്പോൾ വള്ളി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ടാണ് ഇലാസ്റ്റിക് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പട്ടുപാവാടയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പ് അടിക്കണത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.